തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കണ്ണിന് പരിക്കേറ്റതിനു പിന്നിൽ ബോധപൂർവമായ ആക്രമണമെന്ന് കൊല്ലത്തെ NDA സ്ഥാനാർത്ഥി G. കൃഷ്ണകുമാർ. ആക്രമിക്കാൻ മനഃപൂർവ്വം തിക്കും തിരക്കുമുണ്ടാക്കിയെന്നാണ് ആരോപണം. ഇന്നലെ മുളവന ചന്തയിലെ സ്വീകരണ പരിപാടിക്കിടെയാണ് കൃഷ്ണകുമാറിന്റെ കണ്ണിന് പരിക്കേറ്റത്. ഇന്നത്തെ പ്രചാരണ പരിപാടികൾ റദ്ദാക്കി. കുണ്ടറയിലൊരു മാർക്കറ്റ് ഏരിയ, എന്തൊരു ചന്ത എന്നാ പേര്. അപ്പോൾ അവിടെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദിയിൽ ഞാൻ ഈ തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിഷയവും അവിടെ ഈ ഹിന്ദു വിശ്വാസികളെ വേദനിപ്പിക്കുന്ന പല സംഭവങ്ങളും അവിടെ നടന്നു. അപ്പോൾ അതിനെപ്പറ്റി നിശിതമായി ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിക്കുന്നുണ്ടായിരുന്നു. കാരണം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഗുണ്ടകൾ ഈ പോലീസിനകത്ത് കയറിക്കൂടി അവരാണിത് ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ അവരുടെ ഓഫീസും മറ്റാൾക്കാരൊക്കെ അവിടെ എതിർഭാഗത്തുണ്ടായിരുന്നു, അവരുടെ പാർട്ടി ഓഫീസ്, ഇലക്ഷൻ ഓഫീസൊക്കെ. ഇത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വേദിയിലോട്ട് പോയി സംസാരിക്കുമ്പോൾ ഇവിടുത്തെ പോലെ തന്നെ കൂട്ടവും ക്രൗഡും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും തിക്കും തിരക്കും ഒരിടത്തും ഉണ്ടായിട്ടില്ലായിരുന്നു. അവർ മാലയിടുന്നു, ഷോളിടുന്നു, നമ്മൾ പോകുന്നു. ഈ തിക്കും തിരക്കിനിടയിലാണ് ആരോ ഒരാൾ എന്തൊരു സാധനം കണ്ണിലോട്ട് കുത്തി. ഇത് ഇവിടുത്തെ പാർട്ടിക്കാരുടെ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു സ്ഥിരം പരിപാടിയാണ്. എന്തെങ്കിലും ചെയ്താൽ കൂട്ടത്തിൽ നുഴഞ്ഞു കയറി പലതും ചെയ്യുന്നതായിട്ട്. അരുൺ രാജ് ഇപ്പോൾ കൊല്ലത്ത്. അരുൺ, ഇത് ഈ BJPയുടെ തന്നെ സ്വീകരണ പരിപാടിക്കിടെയായിരുന്നോ ഈ സംഭവം ഉണ്ടായത്, അതോ പൊതു ഇടത്ത് വെച്ചായിരുന്നോ അരുൺ? ഉന്മേഷ്, മുളവന ചന്തയിൽ ഒരു പൊതു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനിടയിലാണ് കൃഷ്ണകുമാറിന് നേരെ ഇത്തരത്തിലുള്ള അക്രമം ഉണ്ടായത് എന്നുള്ളതാണ് BJP ഇപ്പോൾ പറയുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരമാണ് ഈ പ്രചരണത്തിന്റെ ഭാഗമായി മുളവന ചന്തയിൽ കൃഷ്ണകുമാർ എത്തുന്നത്. തുടർന്ന് അവിടെ വെച്ച് ഈ പ്രസംഗിക്കുന്നതിനിടയിൽ ഇതിനുശേഷം പ്രവർത്തകരെ കാണുന്നതിനും ഈ വോട്ട് തേടുന്നതിനുമായി ഇറങ്ങുന്നതിനിടയിലാണ് ഈ കാൾക്കൂട്ടത്തിൽ നിന്നൊരാൾ തനിക്ക് നേരെ പാഞ്ഞെടുക്കുകയും ഈ കണ്ണിലേക്ക് ഈ ഒരു മാരകമായ വസ്തു ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തത് എന്നുള്ളതാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ ആദ്യഘട്ടത്തിൽ ഇത്തരമൊരു സംശയം തോന്നിയതേയില്ല. കൈകൊണ്ടതാകാം എന്നുള്ളതായിരുന്നു തനിക്കും തന്നെ തോന്നിയത്. പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോൾ ഡോക്ടർമാരാണ് ഇക്കാര്യത്തിലൊരു ഗുരുതരാവസ്ഥ തന്നെ ബോധ്യപ്പെടുത്തിയത് എന്ന് കൃഷ്ണകുമാർ പറയുന്നു. ഇന്ന് രാവിലെയും അദ്ദേഹം ഈ കടുത്ത വേദനയെ തുടർന്ന് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയിരിക്കുകയാണ്. ഈ ചികിത്സയിൽ ഡോക്ടർമാർ പറയുന്നത് കണ്ണിൽ ഈ കൃഷ്ണമണിക്ക് സമീപത്തായി മുറിവ് ഉണ്ടായിട്ടുണ്ട്. അത് ഏതോ ഹാർഡ് ഒബ്ജക്റ്റ് വെച്ചുള്ള മുറിവാണ് എന്നുള്ളതാണ് കൃഷ്ണകുമാർ ഇക്കാര്യത്തിൽ പറയുന്നത്. ഒരു ബോധപൂർവമായ അക്രമമാണ് ഇക്കാര്യത്തിൽ തനിക്കെതിരെ ഉണ്ടായത് എന്നുള്ളതാണ്. തനിക്ക് ലഭിക്കുന്ന ഫീഡ്ബാക്കുകളും തനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും അനുസരിച്ചാണെങ്കിൽ ഇതിന് പിന്നിൽ CPIM ആണെന്ന് കൂടി NDA സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ആരോപിക്കുന്നു. എന്തായാലും ഈ പ്രചരണ പരിപാടികൾക്ക് ഒരു ദിവസത്തെ ഇടവേള ഇപ്പോൾ കൃഷ്ണകുമാർ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒരാഴ്ചത്തെ വിശ്രമമാണ് ഡോക്ടർമാർ ഇപ്പോൾ നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അണ്ണാമലയുടെ റോഡ് ഷോ അടക്കമുള്ള ദേശീയ നേതാക്കൾ പങ്കെടുക്കുന്ന പരിപാടികൾ വരും ദിവസങ്ങളിൽ വരാനിരിക്കുകയാണ്. ഈ കൃഷ്ണകുമാർ ഈ പ്രചരണത്തിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം അടക്കം ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ശരി, അരുൺ രാജാണ് വിവരങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്ന്.